സുജയരാജ്, ഇത് രാഷ്ട്രീയ ഐക്യത്തിനെ കുറിച്ചാണോ നമ്മൾ ചർച്ച ചെയ്യുന്നത്? ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയും സുരേഷ് ഗോപിയും പറയുന്നത് കേട്ടാൽ കേരളത്തിലെ ADGP RSS ബന്ധം ഒരു രാഷ്ട്രീയ ഐക്യത്തിൻ്റെ വിഷയമാണ് എന്നാണ്. അങ്ങനെയാണോ? ADGP RSS നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും. അല്ലാതെ പിണറായി വിജയൻ എന്തെങ്കിലും RSS നേതൃത്വമായിട്ട് സംസാരിക്കണമെങ്കിൽ നേരിട്ട് പോയെങ്കിൽ സംസാരിക്കത്തേ ഉള്ളൂ. ഇതുപോലെ ഒരാളുടെ പാലത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഒരു തരത്തിലുള്ള നീക്കുപോക്കുകളും CPM-ഉം ഇടതുപക്ഷ പാർട്ടികൾ, വിശേഷ ഇടതുപക്ഷ പാർട്ടികളിൽ CPM തന്നെ ഒരിക്കലും RSS-ഉമായിട്ട് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലുള്ള പാർട്ടിയല്ല. പിന്നെ ആകെപ്പാടുള്ളത് ഈ പറഞ്ഞ കണക്കുള്ള സമാധാന സമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിവേകാനന്ദ ജയന്തിയിൽ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ മാത്രമാണ് RSS-ഉമായിട്ട് ഒരുമിച്ച് ടേബിൾ ഷെയർ ചെയ്യാറുള്ളത്. അല്ലാതെ ഗോൾവാൾക്കറിൻ്റെ ഇത് പിന്തുടരുന്ന ഒരു പാർട്ടിയെ ഒരു കാരണവശാലും, അതായത് നമ്മളിപ്പം ഇറ്റലിയിലെ മുസോളിനിയുടെ പോലെ അല്ലെങ്കിൽ അഡോൾഫ് ഹിറ്റ്ലർ പോലെ വംശീയതയുടെ മതരാഷ്ട്രവാദത്തിൻ്റെ ഇത് പിന്തുടരുന്ന BJP-യുമായോ RSS-ഉമായിട്ടോ ഒളിഞ്ഞും തെളിഞ്ഞും യാതൊരു ബന്ധവും CPM-നില്ല. എന്നാൽ കോൺഗ്രസിൻ്റെ കാര്യം അങ്ങനെയാണോ? കോൺഗ്രസ് നിയമനമത്ത് രാജഗോപാലിനെ ജയിപ്പിച്ചത് ആരാണ്? അഡ്വക്കേറ്റ് രത്നസിംഗിനെ ഫീൽഡ് ചെയ്ത കോമൺ കാൻഡിഡേറ്റായിട്ട് ഫീൽഡ് ചെയ്തത് കോൺഗ്രസ് അല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ തൃശ്ശൂരിൽ TN പ്രതാപൻ്റെ വോട്ടുകൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. K കരുണാകരൻ്റെ കാലം തൊട്ടേ PP മൂതനുമായിട്ട് ചേർന്നിട്ട് വോട്ട് കച്ചവടം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം KG മാരാറിൻ്റെ ഇതിനകത്ത് തന്നെ ഓർമ്മക്കുറിപ്പുകളിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പരസ്യമായ രഹസ്യങ്ങളാണ്. അപ്പോൾ അത്തരമൊന്നും ന്യായങ്ങളൊന്നും പറയണ്ട. എന്നും എല്ലാ കാലത്തും RSS-നെതിരെയും RSS ഉയർത്തുന്ന മതരാഷ്ട്രവാദത്തിനെതിരെ, അത് RSS ആണെങ്കിലും ശരി, ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും ശരി, SDPI ആണെങ്കിലും ശരി, ഒരേപോലെയാണ്. ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഒരേപോലെ തന്നെ ഒരുപോലെ അപകടകരമാണ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡാണ് എപ്പോഴും CPM എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും CPM-നെ സംശയിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. അല്ല, ക്രമസമാധാനത്തിന് ചുമതലയുള്ള ഒരു ADGP രാജ്യത്ത് സംസ്ഥാനത്തെ ഏത് പോലീസ് സ്റ്റേഷനിലും കേസ് രജിസ്റ്റർ ചെയ്യാനും രജിസ്റ്റർ ചെയ്ത കേസുകളുടെ നിജസ്ഥിതി അറിയാനും അത്രയും രഹസ്യാത്മകത സൂക്ഷിക്കുന്ന ഒരു ADGP RSS-ന്റെ നേതാവിനെ, താങ്കൾ പറഞ്ഞതുപോലെ ഒരു വർഗീയ പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയെ പോയി കണ്ടത് ഒരു രാഷ്ട്രീയ വിഷയമേ അല്ലേ CPM-ന്? അതാണ് എൻ്റെ ചോദ്യം. അത് കേവലം വ്യക്തിപരമായി ചുരുക്കാൻ കഴിയുമോ? നേരത്തെ തന്നെ ഈ സിവിൽ സർവീസിലെ മെമ്പർമാർ, അതായത് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ RSS-ൻ്റെ മനോഭാവമുള്ള ധാരാളം പോലീസുകാരുണ്ട്, കേരളത്തിലുണ്ട്. കോൺഗ്രസിൻ്റെ മനോഭാവമുള്ളവരുണ്ട്, CPM അനുഭാവികളുണ്ട്. പക്ഷേ അവരൊരു നിയമ സംവിധാനത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് പരസ്യമായിട്ട് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ RSS-ൽ പ്രവർത്തിക്കുന്ന കുറ്റമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓർഡിനൻസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് RSS-ൽ പ്രവർത്തിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നും പറഞ്ഞ് അത് വെച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ ഉന്നത അധികാര സമിതികളൊക്കെ വെച്ചിട്ട് ഇവർക്ക് ഇതിനെയൊക്കെ നെഗറ്റീവ് ചെയ്യുമെങ്കിൽ പോലും വാസ്തവത്തിൽ അത്തരം ഒരു ബന്ധം ആരും ആഗ്രഹിക്കുന്നില്ലെന്നുള്ളതാണ്. പ്രത്യേകിച്ച് CPM-ന്റെ ഗവൺമെൻറ് അങ്ങനെ ഒരു ചർച്ചയും രണ്ടാം ഘട്ട പോർമുഖം തുറക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ. ഞാൻ വരാം.